പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒരു ഹെൽത്ത് ആപ്ലിക്കേഷനാണ്. ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു അമ്മയാവുക എന്നത്. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ശ്രദ്ധിക്കുക എന്നതും അവളുടെ കുട്ടിക്കും അവക്കും ആവശ്യമായ പരിചരണം നൽകുക എന്നത് നമ്മൾ ഭർത്താക്കന്മാരുടെ കടമയുമാണല്ലോ. അങ്ങനെ നമ്മുടെ കുട്ടിയുടെയും ഭാര്യയുടെയും ഗർഭകാലത്തെ ഓരോ സ്ഥിതിയും മനസ്സിലാക്കി അവർക്ക് ആ സമയത്ത് വേണ്ട പരിചരണം നൽകാനും അവരുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ വളർച്ച ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. മലയാള മനോരമ നിർമ്മിച്ച ആരോഗ്യം എന്ന ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് അവൻ അല്ലെങ്കിൽ അവൾക്ക് അവരുടെ ജനനശേഷം ഓരോ കാലഘട്ടത്തിലും നൽകേണ്ട വാക്സിനുകൾ എന്താണ്, അവർക്ക് നൽകേണ്ട ഭക്ഷണം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഗർഭാവസ്ഥയിലെ ഓരോ കാലഘട്ടത്തിലും, അതായത് ഓരോ ആഴ്ചയിലും ഗർഭിണിക്കും കുട്ടിക്കും നമ്മൾ നൽകേണ്ടതും ചെയ്യേണ്ടതുമായ പരിചരണങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ നമുക്ക് 6 ഐക്കണുകൾ കാണാം. പ്രഗ്നൻസി ട്രാക്കർ, മെഡിക്കൽ എൻസൈക്ലോപീഡിയ, ഹെൽത്ത് കാൽക്കുലേറ്റർ, സെറ്റിംഗ്സ്, ബേബി കലണ്ടർ, ബേബി നെയിംസ് എന്നിവയാണവ. ഇതിൽ ആദ്യത്തേത് പ്രഗ്നൻസി ട്രാക്കർ. ഇത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ എന്നുദ്ദേശിച്ചത് ഗർഭിണിയായ സ്ത്രീയുടെ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇവിടെ നമുക്ക് ഒരു ഡ്യൂ ഡേറ്റ് അറിയാമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ് എന്ന ഈ ബട്ടൺ അമർത്തി നമുക്ക് സ്വയം കണ്ടെത്താം. ഇത് അമർത്തിയ ശേഷം നിങ്ങൾ അവസാനമായി മെൻസസ് ആയതിന്റെ ആദ്യ തീയതി എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇത് എൻ്റർ ചെയ്യാൻ ഇവിടെ സെലക്ട് ഡേറ്റ് എന്നത് സെലക്ട് ചെയ്ത് നമുക്ക് തീയതിയിൽ ആവശ്യമായ മാറ്റം വരുത്താം. ഞാനിവിടെ ജനുവരി 1 എന്ന് സെറ്റ് ചെയ്യുകയാണ്. തുടർന്ന് ഇവിടെ കാൽക്കുലേറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡ്യൂ ഡേറ്റ് കാണിച്ചു തരും. ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് എന്നത് അമർത്തുക. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രാക്കറിന്റെ സെക്ഷനിലെത്തി. ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ്, ഡേയ്സ് ടു ഗോ, വെയിറ്റ്, കലണ്ടർ, സിംറ്റംസ്, ഡോക്ടർ ഇൻഫോ, കൺസീവ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്നിങ്ങനെ 8 ഐക്കണുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഡ്യൂ ഡേറ്റ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ആവശ്യമെങ്കിൽ വീണ്ടും മാറ്റാവുന്നതാണ്. ഡേയ്സ് ടു ഗോ എന്നത് സെലക്ട് ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ ഗർഭാവസ്ഥ എങ്ങനെ എന്നുള്ള വിവരങ്ങൾ കാണാം. അതായത് കുട്ടി ഇപ്പോൾ ഏത് സ്ഥിതിയിലാണ്, കുട്ടിയുടെ തൂക്കം, അമ്മയ്ക്ക് ഈ സമയത്തുണ്ടാവുന്ന മാറ്റം, അമ്മ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു കാര്യങ്ങൾ, കുഞ്ഞിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നിവയെക്കുറിച്ച് അറിയാനാകും. മുകളിലെ ഈ 2 ആരോ കീകളും പ്രസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചകളിലും ഇനി വരുന്ന ആഴ്ചകളിലും ഉണ്ടാവുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ അറിയാനാകും. അടുത്തായിട്ട് വെയിറ്റ് എന്നതിൽ ഗർഭിണിയുടെ ഇപ്പോഴത്തെ ഉയരവും തൂക്കവും എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം. നമുക്കൊരു ടെസ്റ്റ് നടത്തി നോക്കാം. ഇവിടെ ഹൈറ്റ് എന്നതിൽ 155 എന്നും പ്രഗ്നൻസി വെയിറ്റ് എന്നതിൽ തൽക്കാലം ഒരു 56 കിലോയും നമുക്ക് സെറ്റ് ചെയ്യാം. തുടർന്ന് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇപ്പോ നിങ്ങളുടെ തൂക്കവും ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചകളിലും കഴിഞ്ഞ ആഴ്ചകളിലുമെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട തൂക്കവും എത്രയാണ് എന്ന് കാണിക്കും. തൂക്കത്തിൽ മാറ്റമുണ്ടായാൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നോക്കുക, ഇവിടെ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഉണ്ടായിരിക്കേണ്ട തൂക്കം നമുക്ക് എത്രയാണെന്ന് കാണിക്കുന്നു, നിലവിൽ നമുക്കുള്ള തൂക്കം എത്രയാണെന്ന് കാണിക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. അടുത്തായി കലണ്ടർ എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും സെലക്ട് ചെയ്ത് ആ ദിവസങ്ങളിലെ മാറ്റങ്ങളും തൂക്കവും ട്രീറ്റ്മെന്റ് വിവരങ്ങളും ഡോക്ടറെ കണ്ടതും കാണേണ്ടതുമായ വിവരങ്ങളും എല്ലാം തന്നെ ആഡ് ചെയ്യാം. ഇവിടെ ഓരോ ദിവസത്തിനും ഇതുപോലെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്, നമ്മുടെ വെയിറ്റ്, സിംറ്റംസ്, ട്രീറ്റ്മെന്റ്സ്, ഇവന്റ്സ്, ബേബി ഇൻഫോ അല്ലെങ്കിൽ മറ്റ് നോട്ട്സുകൾ എല്ലാം തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അന്നത്തേതായ കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾ ഓർക്കേണ്ടതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് സൂക്ഷിക്കാം. അടുത്തത് സിംറ്റംസ് എന്നതിൽ ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചകളിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയെപ്പറ്റി സൂചന ലഭിക്കും. ഇവിടെ 6ാമത്തെ ഓപ്ഷനായ
ഡോക്ടർ ഇൻഫോ എന്നതിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ പേര്, കോൺടാക്ട് വിവരങ്ങൾ എന്നിവ സേവ് ചെയ്ത് സൂക്ഷിക്കാം. നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ ബന്ധപ്പെടേണ്ട ആവശ്യം വന്നാൽ അതിന് നമുക്കിത് ഉപകരിക്കും. ഇവിടെ 7ാമത്തെ ഓപ്ഷനായ കൺസീവ് ഡേറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ മെൻസസ് സർക്കിളിന് യോജിച്ച രീതിയിൽ അതിന്റെ ദിവസങ്ങൾ മാറ്റി നോക്കി ഗർഭധാരണം ഉണ്ടായ തീയതി കണ്ടെത്താം. ഓരോരുത്തരുടെയും സർക്കിളിലൂടെ മാറ്റം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡേയ്സ് സെലക്ട് ചെയ്യാം. തുടർന്ന് ഇവിടെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ സർക്കിളിനും അനുസരിച്ച് കൺസീവ് ഡേറ്റ് മാറ്റം വരും. നമുക്ക് ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 24 ഡേയ്സ് എന്നുള്ളത് ഒരു 28 ഡേയ്സ് ആയി കൊടുക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡേറ്റ് മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ 8ാമത്തെ ഓപ്ഷനായ ഡ്യൂ ഡേറ്റ്, നേരത്തെ നമ്മൾ ഡ്യൂ ഡേറ്റ് കണ്ടെത്തിയ പോലെ തന്നെ ആയതിനാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഹോം പേജിലേക്ക് തിരികെ വരാം. ഇവിടെയുള്ള 2ാമത്തെ ഓപ്ഷൻ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആണ്. ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കുറെ ആൽഫബറ്റുകൾ കാണാൻ സാധിക്കും. ഓരോ ആൽഫബറ്റും അനുസരിച്ച് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഓരോ വാക്കുകളും സെലക്ട് ചെയ്താൽ ആ വാക്കുകളുടെ വിശദമായ വിവരണം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. അടുത്തത് ഹെൽത്ത് കാൽക്കുലേറ്റർ എന്ന സെക്ഷനാണ്. ഇവിടെ നമുക്ക് 6 രീതിയിലുള്ള കാൽക്കുലേറ്ററുകളുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ്, ഡെയിലി കലോറി നീഡ്സ്, വേസ്റ്റ് ഹീപ്പ് റേഷ്യോ, വെയിറ്റ് ലോസ് കാൽക്കുലേറ്റർ, ഐഡിയൽ വെയിറ്റ് കാൽക്കുലേറ്റർ, കലോറി ബേൺ കാൽക്കുലേറ്റർ എന്നിങ്ങനെ. നമുക്ക് ആദ്യമായിട്ട് ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ശരീരഭാരവും ഉയരവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാപനമാണ് ബോഡി മാസ് ഇൻഡെക്സ്. അതിന്റെ അളവ് നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താം. അതിനായി നിങ്ങളുടെ ഉയരവും തൂക്കവും എന്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ കാൽക്കുലേറ്റ് BMI എന്ന ഈ ബട്ടൺ അമർത്തുക. ബോഡി മാസ് ഇൻഡെക്സ് ദിവസവും ചെക്ക് ചെയ്യുക. അമിതവണ്ണം ക്യാൻസറിന് കാരണമാകുന്നു. പൊണ്ണത്തടിക്കാരെ സൂക്ഷിക്കുക. വയറിനുണ്ടാകുന്ന ക്യാൻസറിന് പ്രധാന കാരണം പൊണ്ണത്തടിയാണ്. അടുത്തായിട്ട് നമുക്ക് ഡെയിലി കലോറി നീഡ്സ്, ഒരു ദിവസം ഭക്ഷണത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കലോറിയുടെ അളവ്, കഴിക്കേണ്ട ഭക്ഷണം എന്നിവയെക്കുറിച്ച് പറയുന്നതാണ് ഡെയിലി കലോറി നീഡ്സ്. 3ാമത്തെ ഓപ്ഷൻ വേസ്റ്റ് ഹീപ്പ് റേഷ്യോ. വേസ്റ്റ് ഹീപ്പ് റേഷ്യോ എന്നത് നമ്മുടെ അരക്കെട്ടിന്റെ അളവും മേൽവയറിന്റെ അളവും കൃത്യമായ അനുപാതത്തിലായിരിക്കണം എന്നുള്ളതാണ്. വേസ്റ്റ് ഹീപ്പ് ചെയ്തു നോക്കിയാൽ അളവ് കിട്ടുന്നതായിരിക്കും. നോർമൽ അളവ് പുരുഷന്മാർക്ക് 0.90യും സ്ത്രീകൾക്ക് 0.85ഉം ആണ്. അടുത്തത് 4ാമത്തെ നമുക്ക് വെയിറ്റ് ലോസ് കാൽക്കുലേറ്റർ. വെയിറ്റ് ലോസ് കാൽക്കുലേറ്റർ എന്നത് നമ്മുടെ ഭാരമനുസരിച്ച് ഒരു ദിവസത്തിൽ കുറച്ചിരിക്കേണ്ട ഭാരത്തിന്റെ അളവിന് കണക്കുകൂട്ടി പറയുന്നതാണ്. അടുത്തത് ഐഡിയൽ വെയിറ്റ് കാൽക്കുലേറ്റർ. ഒരു വ്യക്തിക്ക് അയാളുടെ ഉയരത്തിനനുസരിച്ച് ഉണ്ടായിരിക്കേണ്ട വെയിറ്റ് എത്രയെന്ന് ഇതിലൂടെ കണ്ടെത്താം. ഉദാഹരണം, ഇവിടെ എനിക്ക് 172 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എങ്കിൽ അത് എന്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ എനിക്കുണ്ടായിരിക്കേണ്ട വെയിറ്റ് എത്രയാണ് എന്ന് ഇവിടെ കാണിക്കും. ഇതിൽ നിന്നും 10% നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അടുത്തത് കലോറി ബേൺ കാൽക്കുലേറ്റർ. കലോറി ബേൺ കാൽക്കുലേറ്റർ എന്നത് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കളയേണ്ട കലോറിയുടെ അളവാണ്. ഉദാഹരണം, വെയിറ്റ് കൂട്ടുന്നതിനായി എടുക്കേണ്ട കലോറിയുടെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ കുറയ്ക്കാനായി കുറഞ്ഞ അളവിലുള്ള കലോറിയും എടുത്തിരിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് കുറയ്ക്കാനും കൂട്ടാനും പറയുന്നത്. എന്നാൽ അമിതമാകാതിരിക്കാനാണ് ഈ അളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ നിങ്ങൾ നേരത്തെ എന്റർ ചെയ്ത ഡ്യൂ ഡേറ്റ്, തൂക്കം, ഉയരം എന്നിവ ഒക്കെ എന്റർ ചെയ്യാനും ആപ്ലിക്കേഷൻ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണുള്ളത്. അടുത്തായി ബേബി കലണ്ടർ എന്നത്. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിയുടെ ജന്മതീയതി ആഡ് ചെയ്താൽ കുട്ടിയുടെ ഇപ്പോഴത്തെ വളർച്ചയെ സംബന്ധിച്ചും കുട്ടിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ഭക്ഷണം ഏത് എന്നും അവന്റെ അല്ലെങ്കിൽ അവളുടെ തൂക്കം, ഉയരം, ഇപ്പോൾ അവർക്ക് നൽകേണ്ട വാക്സിനുകൾ ഏതൊക്കെയെന്നും അറിയാൻ സാധിക്കും. അതിനായിട്ട് നമുക്കിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കുക, നമുക്ക് കുട്ടിയെ പറ്റിയുള്ള ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് കാര്യങ്ങളും കുട്ടിയുടെ ലെങ്ത്, വെയിറ്റ്, കുട്ടിക്ക് ഇപ്പോൾ നൽകേണ്ട വാക്സിനുകൾ ഏതാണ് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ഇതുപോലെ നമുക്ക് എന്റർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാക്സിനുകളും മറ്റും അത്യാവശ്യമായി നൽകേണ്ടതാണ്. ഒട്ടുമിക്ക വാക്സിനുകളും അതൊക്കെ നമ്മൾ കുട്ടിക്ക് നൽകിയിട്ടുണ്ടോ, ഇനി നമ്മൾ മറന്നുപോയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് ഇത് ഉപകരിക്കും. അടുത്തായി ബേബി നെയിംസ്. ഇവിടെ ബേബി നെയിംസ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഫോട്ടോ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് കുട്ടിക്ക് അനുയോജ്യമായ ഒരു പേരാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് വേണ്ട പേര്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ട ഒരു പേര്, അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. ഓരോ ആൽഫബറ്റും അനുസരിച്ച് കുറെ അധികം പേരുകൾ ഇവിടെ എന്റർ ചെയ്തിട്ടുണ്ടാവും. ഈ പേരുകൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ ആ പേരുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, ഇവിടെ ഓരോ പേരുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അതുപോലെ നമുക്ക് ലഭിക്കും. ആ പേര് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്കും
നവജാത ശിശുക്കളുടെ അമ്മമാർക്കും ശിശുക്കളുടെ നല്ല വളർച്ചയ്ക്കും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമായേക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ആർ മേനോൻ. മൊബൈൽ ഉപയോഗിക്കുന്നവർക്കുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് മലയാളത്തിൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം ഫോളോയിങ് എന്ന് അമർത്തി സി ഫസ്റ്റ് എന്ന് എനേബിൾ ചെയ്യുക. ഇത്രയും ചെയ്താൽ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും.